ഇവിടെ എല്ലാം വെള്ളം കയറി വരും കേട്ടോ. ഇതിപ്പം മിറ്റമാണ്, നമ്മൾ ഓട്ടം വന്നാണ്. വെള്ളം കയറി വരുന്നതുകൊണ്ട് ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം വെള്ളമാണ്. നമ്മൾ അവരെ തിരുവല്ലയിൽ ഒരു സ്ഥലത്തോട്ട് ഫ്ലാറ്റിലോട്ട് ആക്കാൻ വേണ്ടി ഓട്ടം പോകാൻ വേണ്ടി വന്ന് നിൽക്കുക. സാധനങ്ങൾ അവർ ഇനിയിപ്പം ഉടനെ വരത്തില്ല, വെള്ളം ഇറങ്ങാൻ ഇച്ചിരി താമസം എടുക്കും. അതുകൊണ്ട് അവരുടെ സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കകത്താക്കി. ഇതല്ല അവരുടെ വീട്, ഇതിൻ്റെ അപ്പുറത്തെയാണ് അവരുടെ വീട്. എന്തായാലും സാധനങ്ങൾ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള വെള്ളത്തെക്കാട്ടിലും കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വെള്ളപ്പൊക്കത്തിന് ഇവരെ കൊണ്ട് ഫ്ലാറ്റിൽ വന്നപ്പോൾ പാർക്ക് ചെയ്യാൻ ഇവിടെ അങ്ങ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോവുക. ഇവിടെ ആകുമ്പം വെള്ളമൊന്നും കയറത്തില്ല, സുഖമായിട്ട് കിടന്നോളും. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ നടന്ന് വീട്ടിൽ പോവുക. ബസ്സിന് പോകണം, വെള്ളം വരുന്ന ഒരു ദുരിതം. അങ്ങനെ നമ്മളിപ്പോൾ തിരുവല്ല ബസ് സ്റ്റാൻഡിലാണുള്ളത്. നമ്മൾ അതിൽ പോകുന്നൊരു വണ്ടി വന്ന് കിടപ്പുണ്ട്. ഞാനുണ്ട്, അനീറ്റയുണ്ട് കേട്ടോ. ഒരു അഡൽട്ടും ഉണ്ട്, ഒരു ചൈൽഡും ഉണ്ട്. അങ്ങനെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അനിയേ, ബസ് യാത്ര എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നില്ല അല്ലേ? ഇഷ്ടപ്പെട്ടോ? അടിച്ചു മേടിച്ചാണല്ലോ ഇരിക്കുന്നത്. കാഴ്ച കാണുവാണോ? തിരുവല്ലയിൽ നിന്ന് അമ്പലപ്പുഴ പോകുന്ന റൂട്ടിൽ നെടുമ്പ്രം കഴിഞ്ഞിട്ട് അന്തിച്ചന്ത ആവുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമാണത്. അവിടെ ബോർഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കൂടുതലും ഒഴിവാണ്. ആ ഒരു ഏരിയ മാത്രമേ ഇപ്പോൾ വെള്ളമായിട്ടുള്ളൂ. മണക്കാശുപത്രിയുടെ അവിടുന്ന് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കാവുമ്പാവത്തിന് പോകുന്ന വഴി കേട്ടോ. അമ്പലപ്പുഴ തിരുവല്ല അവിടെ മണക്കാശുപത്രിയാണ്. മണക്കോ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കാവുമ്പാവം പോകുന്ന റൂട്ട് വെള്ളം കയറി. ഇപ്പം 4ാമത്തെ പ്രാവശ്യം കേട്ടോ വെള്ളം കയറി വരുന്നത്. ഈ വർഷത്തെ 4ാമത്തെ വെള്ളപ്പൊക്കം, അടുപ്പിച്ച് 4ാമത്തെ വെള്ളപ്പൊക്കം. എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടും യാത്രാക്ലേശമാണ് അല്ലടി. ഞാനുണ്ട് ഈ പ്രാവശ്യം. അനീറ്റ, അനിയേ ഇങ്ങോട്ട് നോക്കടി. ഞാനുണ്ട്, അനീറ്റ ഉണ്ട്. വെള്ളത്തിൽ കൂടെ നടന്ന് പോവാട്ടോ. ഇപ്പം വെള്ളം വലിയ കുഴപ്പമില്ല, നടന്നു പോകാം. വണ്ടിയൊന്നും പോകത്തില്ല, ഒരു വണ്ടിയും പോകത്തില്ല ഇപ്പം. പക്ഷേ ഇങ്ങനെ മഴ നിന്ന് കഴിഞ്ഞാൽ ഇതുവരെയും മഴ തോർന്നിട്ടില്ല, പെയ്ത് നിന്നു അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മുന്നമേ തന്നെ വണ്ടിയൊക്കെ അങ്ങ് മാറ്റി. അല്ലെങ്കിൽ പണി കിട്ടിയാൽ നമ്മുടെ അടുക്ക് ഇതിനു വേണ്ടി മുടക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോഴില്ല. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ എന്നെ പോലുള്ളവർക്ക് വണ്ടി ഉള്ളതുകൊണ്ട്. ഒരുപാട് പേരുടെ തൊഴിലിനെയും ഇത് ബാധിക്കും ഇങ്ങനെ ഈ വെള്ളം കയറി വരുന്നത്. ഒരു 3-4 ദിവസത്തേക്ക് ആർക്കും പുറത്തു ഇറങ്ങാൻ പറ്റത്തില്ല. വണ്ടിയൊക്കെ ഡെയിലി പണിക്കാരാണെങ്കിലും വണ്ടി ഓടുന്നവരാണേലും ചിലവാകുന്ന പൈസ, കിട്ടിയ പൈസ മൊത്തം ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും. വരവില്ല, ചിലവ് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇത് YMC ആണ്. അല്ലേ, ഇവിടെ ഒരു ഇച്ചിരി വെള്ളം കൂടി, ഇതിൻ്റെ അപ്പുറത്തൊക്കെ വെള്ളമുണ്ട്, ഇങ്ങ് വരെയും വെള്ളമുണ്ട്. വെള്ളം കയറി വരുന്ന ഒരു സുഖമാണ്, ഒരു രസമാണ്. പക്ഷേ
നമ്മുടെ ബാക്കിയുള്ള ഇത് കാര്യത്തിലല്ല അത് ബാധിക്കുമ്പോഴാണ് അതൊരു കുഴപ്പമായി മാറുന്നത്. ഇനി ഓടല്ലേ, നിൽക്കി പതുക്കെ പോവും. അവരുടെ പ്രായം ഈ വെള്ളത്തിലൂടെയൊക്കെ നടക്കാനൊക്കെ ഇഷ്ടം. നമ്മൾ ഇതുപോലെ കൊച്ചിലെ ഇതുപോലെ വെള്ളത്തിൽ കൂടെയൊക്കെ നടക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടം. ഇപ്പം പ്രാരാബ്ധമായപ്പം നമുക്ക് ഈ വെള്ളത്തോടൊക്കെ ഇപ്പം അകൽച്ച വരുന്നത്. ഒരു കാര്യത്തെ പറ്റിയും ചിന്തിക്കേണ്ടാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ആ സൈഡിലൊക്കെ കണ്ടോ കേട്ടോ, വയല. അവിടെയൊക്കെ വെള്ളം കയറി റോഡിൻ്റെ മേളിലായി പോച്ചയല്ല. ഇത് CMS സ്കൂളാണ് കേട്ടോ. CMS സ്കൂള് ഒരുപാട് ഓർമ്മകൾ തരുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലം പഠിച്ച. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചെറിയ സ്കൂളാണ്, LP സ്കൂളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തെങ്ങ് വെട്ടുന്ന വീഡിയോ ഇട്ടത് എൻ്റെ ഇവിടുത്തെ. ഇവിടെ ഒരു ഇച്ചിരി കരയുണ്ട്. ഏതായാലും നമ്മൾ വണ്ടി സേഫായിട്ടിട്ടു. ബാക്കിയുള്ള ദിവസം അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോവും. വേറെ പണിയൊന്നുമില്ല. കറണ്ട് ഇല്ലാത്തതാണ് ഈ മെയിൻ വിഷയം. കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ പോയത് ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെയും വൈകിട്ട് കറണ്ട് ഇല്ലായിരുന്നു. രാത്രി മാത്രം ഇച്ചിരി നേരം വന്നു. അനിയേ അവിടെ വെള്ളം പതുക്കെ പോ. ഇവിടെ ഒരു ഇച്ചിരി വെള്ളം കൂടുതലോ കേട്ടോ. ഈ കണ്ടത്തിന് കയറി വരും. അത് ഇവിടെ ഒരു ഇച്ചിരി ഇതിലേ പോ വലത്തൂടെ പോ. ഇപ്പുറത്ത് വാ, അപ്പം നടക്കും. സൈഡിൽ വാ. ഇപ്പുറത്ത് വരാനേ പറഞ്ഞേ കേൾക്കാതെ. അയ്യോ, ഇവിടുത്തെ വെള്ളം കണ്ട എൻ്റെ മുട്ടിൻ്റെ അത്രയുണ്ട്. മനസ്സിലായല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടർ ഉണ്ടാകും. കട്ടർ വീണാണ് നമ്മൾ വീഴണ്ടേ. ഓടി പാമ്പൊക്കെ കാണും കേട്ടോ, പൊളാനൊക്കെ കാണും. ഇവിടെ വണ്ടി ഒട്ടും പോകുന്നില്ല കേട്ടോ. മറ്റിടത്തൊക്കെ വലിയ വണ്ടിയൊക്കെ വേണം ഒരു ഇച്ചിരി കയറും. പക്ഷേ ഇവിടെ വലിയ വണ്ടിക്കകത്തും വെള്ളം കയറും. അടങ്ങിയിരി. പിന്നെ എല്ലാവരും പിന്നെ വീടൊക്കെ കിളത്തി മണ്ണടിച്ച് വെള്ളത്തിൻ്റെ എല്ലാം വെള്ളം ഒന്നുകൂടെ എല്ലാ വീട്ടുകാരും കിളത്തി വെച്ചേക്കും. അതുകൊണ്ടാണ് ഈ വെള്ളമെല്ലാം എന്താണ്. ആഹാ, ഞാൻ തിരുവല്ല വരെ പോയായിരുന്നു. വെള്ളം കയറുക. നിലവിൽ ഇവിടെ വരെ വെള്ളമുള്ള. അല്ലേ, നിൽക്കി പതുക്കെ പോ. നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന, നമ്മൾ താമസിക്കുന്നിടത്തോട്ട് പോകുന്ന വഴി കേട്ടോ. കണ്ടെത്തി നിൽക്കും. പാമ്പ് കാണും, പതുക്കെ പോ. ചുമ്മാ പറയുന്ന പൊളാനൊക്കെ കാണുന്നു. അയാൾ ഓടിക്കളയും. ഈ വഴി നമ്മുടെ വീടിൻ്റെ അവിടെ വരെയും വെള്ളമുണ്ട് കേട്ടോ.
കുഴപ്പമില്ല. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ. ആ ഒരു ലെവലിൽ ഇതിനെ പിടിക്കില്ല. അപ്പോൾ നടക്ക അത് പിടിച്ചോ, അതൊക്കെ നടക്കും. ആ ഒരു ലെവലിൽ വെള്ളം ആയിട്ടില്ല, എന്നാലും വെള്ളമുണ്ട്. ഇവിടെ മീനെ പിടിക്കാം. ഓടി മീനുണ്ട്, അതിനാണ്. വേണ്ട വേണ്ട, ഇത് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. മീനുണ്ട് കേട്ടോ, മീനൊക്കെ പോകുന്നുണ്ട്. പോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മീൻ പോലെ? കാണാൻ പാടായിരിക്കും. ബാബാ വേണ്ട, നീ ഇങ്ങോട്ട് ബാബാ. കണ്ട ഇപ്പൊ വീഴത്തില്ലായിരുന്നു. വെള്ളം സർവത്ര. അങ്ങനെ നമ്മളെത്തി. ഓക്കെ ഏഞ്ചൽ, അങ്ങനെ നമ്മൾ നമ്മുടെ എത്തി. അങ്ങനെ